ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന അതി ടേസ്റ്റുള്ള ഓറഞ്ച് ഹൽവ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ടൊരു 1/4 കിലോളം റെഡ് ലേഡി പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. റെഡ് ലേഡി പപ്പായ എടുക്കുമ്പോൾ നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നാടൻ പപ്പായാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കളറിന് ചെറിയൊരു മാറ്റം വരുന്നതല്ലാണ്ട് ടേസ്റ്റിന് അങ്ങനെ മാറ്റമൊന്നും വരില്ല. ഇനി ഈ പപ്പായ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മിക്സീൻ്റെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഈ പപ്പായേൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പപ്പായ ഒന്ന് നന്നായിട്ട് വേവണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം ലെവലിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. സാധാരണ എല്ലാ ആൾക്കാരും മൈദ കൊണ്ടാണ് ഹൽവ ഉണ്ടാക്കൽ. പക്ഷെ നമ്മളിന്ന് കോൺഫ്ലോർ വെച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു 1/2 കപ്പ് കോൺഫ്ലോർ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം, കട്ടയൊന്നും ഇല്ലാണ്ടിരിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ പപ്പായേൻ്റെ ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആകെ കൂടി കട്ട പിടിക്കും. കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് പറ്റാണ്ട് വരും, ആകെ അത് നാശമാവും. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അത് കുറച്ചും കൂടി ഇങ്ങനെ വെന്ത് വരണ ഒരു ടൈം ആകുമ്പോൾ കുറച്ചും കൂടി മീഡിയത്തിൽ ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂട്ടി വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഹൽവ ഒന്ന് ഇതുപോലെ പാകമായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങേൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഏലക്കായ പൊടിച്ചതും അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതേപോലെ ഹൽവയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ വെള്ള എള്ളും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ലെങ്കിൽ വല്ല ബദാമോ കാഷ്നട്ട്സോ അത് ആഡ് ചെയ്താലും മതി. ഇപ്പം നമ്മുടെ ഹൽവ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കണം. അതിനായിട്ട് ഒരു മോൾഡിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഈ ഒരു മിക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തണുത്ത ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.